വെച്ചാൽ നടക്കുന്നുണ്ട്. ഈ 2 വയറിൻ്റെ കനം കൊണ്ടാണ് കേട്ടോ അത് വലിച്ചുകൊണ്ട് പോവാത്തത്. അതുകൊണ്ടാണ് സ്ലിപ്പാന്ന്, അല്ലെങ്കിൽ നീങ്ങിപ്പോവും. ഹലോ ഗൈസ്, അജൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു റോബോട്ട് ആം ഉണ്ടാക്കി. അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് തന്നെ വെച്ചുകൊണ്ട് ഒരു വാക്കിംഗ് റോബോട്ട് കൊണ്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ബോക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കിയാൻ്റെ ഒരു പഴയ ഫോണിൻ്റെ ബോക്സാണ് ഇത്. നടന്നു പോകുന്ന രീതിയിലുള്ളൊരു റോബോട്ടാക്കി മാറ്റാൻ പോവാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് 4 സർവോ മോട്ടർ എടുത്തിട്ടുണ്ട്. നമ്മുടെ പഴയ വീഡിയോയുടെ ഐറ്റംസ് തന്നെയാണ്. പിന്നെ ഒരു ആർഡിനോ ബോർഡ്, പിന്നെ അതേ കുറച്ച് വയേഴ്സ്, ജമ്പേഴ്സൊക്കെ ഉണ്ട്. ബാറ്ററീസ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഡ്യുവൽ സപ്ലൈ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 5.7 വോൾട്ടിൻ്റെ ഒരു ചാർജർ എന്ന് പറയുന്ന സപ്ലൈയും പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ടോ. ആർഡിനോയ്ക്കും മോട്ടോഴ്സിനും സെപ്പറേറ്റ് സപ്ലൈ കൊടുക്കണം, എങ്കിലേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഐറ്റംസ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. Review, discovery, creation. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബോക്സ് ഈ 4 സൈഡിൽ സർവോ മോട്ടർ ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം സർവോ മോട്ടറിൻ്റെ കണക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ, അപ്പോൾ 4 ഹോളും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുള്ള് വയർ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. 4 മോട്ടറിന് വേറെ അകത്തേക്ക് എടുത്തു, എല്ലാ വയറും അകത്ത് വന്നത്. ഓക്കെ, ഇനി ഇത് നേരെ ആർഡിനോയിൽ കണക്ഷൻ കൊടുക്കണം. അതിന് ശേഷം പ്രോഗ്രാം ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. ഈ മോട്ടോഴ്സിന് വേണ്ടി 5.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി, പിന്നെ ആർഡിനോ വർക്ക് ചെയ്യാൻ സെപ്പറേറ്റ് വേറെ ഒരു 5.7 ബോർഡ്. അങ്ങനെ 2 ഡ്യുവൽ സപ്ലൈ ആയിട്ട് 2 ബാറ്ററി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ. എൻ്റെ ബാറ്ററി ഇല്ല, അതുകൊണ്ട് ഞാൻ അഡാപ്റ്ററിൻ്റെ വയേഴ്സ് ഇതിൻ്റെ പുറകിലൂടെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അത് സെയിം കണക്ടർ തന്നെയാണത്. ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. കാരണം ഇതൊരു 4 മോട്ടറിന് 4 സപ്ലൈ, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കണക്ടേഴ്സിന് സെയിം പാരൽ ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കണക്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മോട്ടറിന് സെയിം കണക്ഷൻ കൊടുക്കാം, സെയിം പവർ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആർഡിനോയ്ക്ക് 12 വോൾട്ടിൻ്റെ സപ്ലൈ അവിടെ വേറെ വരുന്നുണ്ട്, വേറെ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്രൗണ്ടും നമ്മുടെ 5.7 സെർവോയ്ക്ക് പോകുന്ന സപ്ലൈൻ്റെ ഗ്രൗണ്ടും സെയിം ആയിരിക്കണം, എങ്കിലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെത്തിക്കുന്ന ഒരു കണക്ടറാണ് ഇത്. അഴിച്ച് നേരെ ആ ബോക്സിലേക്ക് സെറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ അപ്പോൾ നമ്മൾ കണക്ടേഴ്സ് കംപ്ലീറ്റ് മോട്ടറിൻ്റെ എല്ലാം പവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പവർ കണക്ഷൻ കൊടുത്തു. കണക്ടേഴ്സിൻ്റെ പവറിൻ്റെ കണക്ഷൻ മാത്രമാണ് ഈ കണക്ടേഴ്സായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ആർഡിനോടെ ഇരിപ്പുണ്ട്. ഇതിന് സിഗ്നൽസിന് മാത്രം മോട്ടോഴ്സിലേക്ക് പോയാൽ മതി, പിന്നെ ആർഡിനോടെ സപ്ലൈയും കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 369 3569 ഇത്രയും നമ്പറിലാണ് നമ്മൾ ഇതിൽ കാണാൻ നിങ്ങൾക്ക് 3659 3569 അതാണ് മോട്ടോഴ്സിൻ്റെ സിഗ്നൽ വരുന്നത്. പിന്നെ ഇവിടെ ഗ്രൗണ്ട് വോൾട്ടേജ് ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് ഇതിൻ്റെ സപ്ലൈ കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. ഇതിൽ വേറെ കണക്ഷൻസ് ഒന്നും വരുന്നില്ല, ഒരു കാര്യമൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു 4 മോട്ടേഴ്സിന് ആ ഒരു 3569 അത്രയും ഇവിടെ കൊടുക്കുക. ഈ ഓറഞ്ച്, ഈ മോട്ടേഴ്സിൽ കാണുന്ന ഈ ഓറഞ്ച് വയേഴ്സാണത്, അതിലാണ് ഈ പിന്ന് കണക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനത് കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പ്രോഗ്രാമിൽ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. സർവോ നമ്പർ 1 3, സർവോ നമ്പർ 2 5, സർവോ നമ്പർ 3 6, സർവോ നമ്പർ 4 9. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ തോന്നിയ പോലെയൊക്കെ നടക്കും റോബോട്ട്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് വേണം അതെങ്ങനെ നോക്കാൻ. അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ പിന്നിലാണ് ഏതൊക്കെ മോട്ടേഴ്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ നിങ്ങൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന 4 മോട്ടറിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഫ്രണ്ടിലുള്ള 2 1 and 2, ബാക്കിലുള്ള 3 and 4 അങ്ങനെ സെലക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. ഇത് ആർഡിനോയിലേക്ക് കോപ്പി ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ മുന്നത്തെ വീഡിയോ നോക്കി സെയിം തന്നെയാണ്. ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണോ ഡാറ്റ കേബിൾ കുത്തി പ്രോഗ്രാം ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെയാണ്. ഞാൻ അതിവിടെ കാണിക്കുന്നില്ല. ഇതാണ് പ്രോഗ്രാം. ഇതിൻ്റെ വാക്കിംഗ് റോബോട്ടിൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ ഇത്. ഓക്കെ, ഈ പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് ChatGPTയിൽ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നേരെ ആർഡിനോ IDE എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത്രയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ 3569 എന്നുള്ള അതിന് വയർ എടുത്തിട്ട് നമ്മൾ ഇനി മോട്ടറിലേക്ക് 1 and 2 4 1 and 2 3 4 എന്ന രീതിയിൽ കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ആർഡിനോൻ്റെ പവറും കൊടുക്കുക. എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ.
ഗൈസ് നമ്മളെല്ലാം സെറ്റ് ചെയ്തു. പവർ കണക്ഷൻ കൊടുത്തു, സിഗ്നൽസ് കണക്ഷൻ കൊടുത്തു, കൺട്രോൾസ് എല്ലാം വെച്ച് നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കണ്ട ഗൈസ്. പിന്നെ ഒരു കാര്യം കൊണ്ടിട്ട് ഇത് നടക്കുന്ന എനിക്ക് യാതൊരു ഉറപ്പില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒട്ടിച്ച് കൊടുക്കുക ഈ മോട്ടറിൻ്റെ ലെഗിലൊക്കെ കേട്ടോ. എന്നിട്ട് നമുക്കിത് നടക്കുമോ ഇല്ലെന്ന് നോക്കണം. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കണുള്ളൂ. ഗൈസ് നമ്മൾ പ്രോഗ്രാം വെരിഫൈ ചെയ്തു, കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. ഓക്കെ, ഇപ്പോൾ ഡണ്ണായി. സപ്ലൈ ഓൺ ആക്കി നോക്കട്ടെ. ഇത് സെർവോ മോട്ടറിക്കുള്ളതാണ്, ഇത് ആർട്ടിനോ ബോർഡിക്കാണ്. അപ്പോൾ 2 സപ്ലൈ നമ്മൾ ഓണാക്കി കൊടുക്കുകയാണ്. അച്ഛാ നടക്കുന്നുണ്ട്. ഈ 2 വയറിൻ്റെ കനം കൊണ്ടാണ് കേട്ടോ അത് വലിച്ചുകൊണ്ട് പോവാത്തത്. അതുകൊണ്ടാണ് സ്ലിപ്പാകുന്നത്, അല്ലെങ്കിൽ നീങ്ങിപ്പോവും. നീങ്ങുന്നുണ്ട്. ഈ 2 വയറിൻ്റെ കനം കൊണ്ടാണിത്. നിങ്ങൾ ബാറ്ററിയാണ് യൂസ് ചെയ്യുക സിമ്പിളായിട്ട് നീങ്ങിപ്പോവും. അടിപൊളിയാണല്ലേ. അപ്പോൾ നീ ഇവിടെ എത്തി. അപ്പോൾ അതിനെ സംഭവം ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഐസ് സ്റ്റിക്കൊക്കെ വെച്ച് കറക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നീങ്ങുന്നുണ്ട്. ഈ 2 വയറിൻ്റെ കനം കൊണ്ടാണിത്. നിങ്ങൾ ബാറ്ററിയാണ് യൂസ് ചെയ്യുക സിമ്പിളായിട്ട് നീങ്ങിപ്പോവും. അടിപൊളിയാണല്ലേ. ഐസ് സ്റ്റിക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് നോക്കി കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കാലൊന്നും താഴ്ത്തു മുട്ടില്ല. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ റോബോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇതേപോലത്തെ കിടിലൻ വീഡിയോസ് ആയിട്ട് വരാം. സൈനിങ് ഓഫ് അജു പനമ്പരാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.